തനിക്കെതിരായ പീഡന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് നിവിൻ പോളി സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കമാണെന്നാണ് സംശയം. സംഭവത്തിൽ നിവിൻ പോളി ക്രൈംബ്രാഞ്ച് ADGPക്ക് പരാതി നൽകി. ഷീജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, നേരത്തെ DGPക്ക് ഇത് സംബന്ധിച്ച ഒരു പരാതി നിവിൻ പോളി നൽകിയിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ADGPക്കും പരാതി നൽകിയിരിക്കുകയാണ്. നിയമവുമായി അല്ലെങ്കിൽ നിയമത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു നിവിൻ പോളി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ADGPക്ക് നൽകിയ പരാതിയിൽ മറ്റു വിശദാംശങ്ങൾ എന്താണുള്ളത്? വിനിഷ, പ്രധാനമായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം, പീഡനാരോപണം വരുന്ന ഘട്ടത്തിൽ അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കാര്യങ്ങൾ നിവിൻ പോളി വിശദീകരിച്ചിരുന്നു. അതിന് പിന്നാലെ DGPക്കും പരാതി നൽകിയിരുന്നു. ഇപ്പോഴേതായാലും ഈ ഒരു പീഡന ആരോപണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് നിവിൻ പോളിക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിവിൻ പോളി ക്രൈംബ്രാഞ്ച് ADGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നിവിൻ പോളി ഇവിടെ തിരുവനന്തപുരത്തെത്തി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി നേരിട്ട് ADGPക്ക് പരാതി നൽകുന്നത്. കേസിൽ താൻ നിരപരാധിയാണ് എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായും നിവിൻ പോളി പറയുന്നത്. ബലാത്സംഗ പരാതി അത് കെട്ടിച്ചമച്ചതാണ്, സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കമാണ്, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് താൻ സംശയിക്കുന്നത്. അത് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു നീക്കമായിട്ടാണ് താൻ കരുതുന്നത് എന്നുള്ളതും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള നീക്കം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതി ഇപ്പോൾ ADGPക്ക് കൈമാറിയിരിക്കുന്നത്. ശരി ഷീജ, നിവിൻ പോളി തനിക്കെതിരെ ഉയർന്ന പീഡന പരാതി ഉന്നയിച്ച് ഗൂഢാലോചന ഉന്നയിച്ച് ക്രൈംബ്രാഞ്ച് ADGPക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ്. ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.